അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീൻ. അമ്മാ ബഅദ്. വിസ്ഡം ഹദീസ് ക്ലാസ് 2995. ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മുടി അല്പം വടിച്ച് ബാക്കി നിലനിർത്തുന്നൊരു സ്വഭാവം. അത് ചെയ്യാൻ പാടില്ല. കുട്ടികളിലും മുതിർന്നവരിലും എല്ലാവരിലും ഇതേ നിയമം തന്നെയാണ്. പലപ്പോഴും നമ്മുടെ കുട്ടികൾക്ക് ഇത് ശീലിപ്പിക്കാറുണ്ട്. അതൊരു വലിയ ബുദ്ധിമുട്ടാണ്, അപകടം ചെയ്യും. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നിശ്ചയം ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റഅ സ്വബിയൻ, ഒരു കുട്ടിയെ കണ്ടു, ഖദ് ഹുലിഖ ബഅദു ശൈരിഹി, ആ കുട്ടിയുടെ മുടിയിൽ നിന്ന് അല്പം വടിച്ചൊഴിവാക്കിയിട്ടുണ്ട്, വ തുരിക ബഅദുഹു, അല്പം വടിക്കാതെ വെച്ചിട്ടുണ്ട്. മുടിയുടെ കുറഞ്ഞ ഭാഗം ഇങ്ങനെ വടിച്ചൊഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉണ്ടല്ലോ കുറേ കുട്ടികളെ ക്രോപ്പ് ചെയ്യലും മുടി ഈ സൈഡിലൊക്കെ വടിച്ചൊഴിവാക്കിയിട്ട് മേലെ മാത്രം നിർത്തുക. ഇങ്ങനെ ചെയ്യുന്നൊരു സ്വഭാവമുണ്ട്. ഇങ്ങനെ മുടി വടിച്ചൊരു കുട്ടിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടു. ഫനഹാഹും അൻ ദാലിക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ അതിലെ തൊട്ട് വിലക്കിയ, ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞു. വഖാൽ, നബി തങ്ങൾ പറഞ്ഞു, ഇഹ്ലിഖൂഹു കുല്ലഹു, നിങ്ങൾ മുടി മുഴുവൻ വടിച്ചേക്ക്, മുട്ട വടിച്ചേക്ക്, അല്ലെങ്കിൽ അവച്ചുറുക്കൂഹു കുല്ലഹു, അല്ലെങ്കിൽ അത് മുഴുവൻ മുടി നിലനിർത്തിയേക്ക്. എവിടെയും വടിക്കണ്ട, വെട്ടിയൊപ്പാക്കിയാൽ മതി. പകുതി വടിച്ച് പകുതി നിർത്തുന്ന സ്വഭാവം പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയ കാര്യമാണിത്. പക്ഷെ നമ്മുടെ പല രക്ഷിതാക്കളും കുട്ടികളെ മുടി വെട്ടിക്കാൻ കൊണ്ടുപോയിട്ട് ഇങ്ങനെ തന്നെ ചെയ്യിപ്പിക്കും. പകുതി വടിച്ച് പകുതി നിലനിർത്തും. സത്യത്തിൽ ഈ കുട്ടികളെ കൊണ്ട് ചെറുപ്പത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതിനെതിരെ ചെയ്ത് ശീലിപ്പിക്കലാണ്. നോക്കൂ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ ശീലിപ്പിക്കുന്നത് എത്രമാത്രം ഇസ്ലാമിക വിരുദ്ധമായ കാര്യമാണ്. ഇസ്ലാമിക വിരുദ്ധം എന്ന് പറഞ്ഞാൽ ഇസ്ലാമിൽ വിലക്കുള്ള കാര്യമാണ്. കുട്ടികൾ പിന്നെ വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഇസ്ലാമിക നിയമങ്ങളോടുള്ള താല്പര്യം കുറയില്ലേ? രക്ഷിതാക്കൾ ചെറുപ്പത്തിൽ ഇങ്ങനെ ശീലിപ്പിച്ചാൽ. കുട്ടികളുടെ ഭംഗി നമ്മൾ കാണേണ്ടത് തെറ്റായ കാര്യങ്ങൾ ചെയ്തിട്ടല്ല, അവർക്ക് നല്ലത് ചെയ്ത് ശീലിപ്പിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ടുവരിക. സ്വാഭാവികമായിട്ടും അത്തരം കുട്ടികൾ വളരുമ്പോൾ ഭാവിയിൽ മാതാപിതാക്കളെയും നന്നായിട്ട് നോക്കുന്ന ഇസ്ലാമിക ബോധമുള്ള കുട്ടികളായിട്ട് മാറും. അല്ലെങ്കിൽ ഈ കുട്ടികൾ വലിയ അപകടമാണത്. കാരണം അവരിൽ തെറ്റുകൾ തുടക്കത്തിലെ മാതാപിതാക്കൾ ശീലിപ്പിക്കാൻ, അത് ചെയ്യാൻ പാടില്ല. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.